എൻ്റെ എല്ലാ കുട്ടികൾക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ വേറൊരു പേപ്പർ നോക്കാണ്. PSCയിൽ നടന്നു കഴിഞ്ഞ പേപ്പറാണ്. അപ്പൊ അതിന്റെ മാത്സ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിന്റെ ഒരു വശം 3 സെന്റിമീറ്റർ ആണ്. അതിന്റെ വികർണത്തിന്റെ നീളം എത്ര? സമചതുരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അല്ലേ? അപ്പൊ ഒരു വശം തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ എല്ലാ വശം 3 3 3 ആവില്ലേ? അപ്പൊ ഇനി ഇതിന്റെ വികർണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചാലുള്ളതല്ലേ വികർണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരച്ചാലുള്ളതല്ലേ വികർണം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ത്രികോണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു മട്ടത്രികോണം ആവില്ലേ? മട്ടത്രികോണത്തിന്റെ രണ്ട് സൈഡ് തന്ന മൂന്നാമത്തെ സൈഡ്, അതായത് കർണം കർണം എങ്ങനെ കണ്ടുപിടിക്കുക? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ ഇവിടെ പാദം എത്രയാണ്? 3 ആണ് അല്ലെ? ലംബം എത്രയാണ്? 3 ആണ്. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്രയാണ് വരിക? 9 9 18 അല്ലെ? ഇനി അതിന്റെ റൂട്ടാണ് കർണം അല്ലെ? അപ്പൊ കർണം എങ്ങനെ കണ്ടുപിടിക്കാം? കർണം ഈക്വൽ ടു റൂട്ട് 18. റൂട്ട് 18 എങ്ങനെയാ ചെയ്യാ? അതായത് ഇത് 2 × 9 അല്ലേ? റൂട്ടിന്റെ പുറത്തേക്ക് 9നെ എടുത്തുണ്ട് വെച്ചെങ്കിൽ 3 × 3 അല്ലേ? അപ്പൊ ഒരു 3 അല്ലേ പുറത്ത് വരുള്ളൂ. അപ്പൊ 3 റൂട്ട് 2 അല്ലേ? കാരണം എന്താണ്? ഈ 2നെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, ഒരു 2 ഉള്ളൂ. ഇതില് 2 3 ഉണ്ട് അല്ലെ? 3 × 3 ആണ്. അപ്പൊ ഒരു 3 പുറത്തേക്ക് എടുക്കാം. അപ്പൊ 3 റൂട്ട് 2. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോഡ് x-1 ഈക്വൽ ടു മോഡ് x-3 ആയാൽ x എത്ര? അതായത് ഈ മോഡുലസ് വാല്യൂ എന്ന് പറയുമ്പോൾ മോഡുലസ് വാല്യൂവിന്റെ ഉള്ളില് മൈനസ് സൈൻ വരികയാണ് വെച്ചെങ്കിൽ, -1 അല്ലെങ്കിൽ -2 ഒക്കെ വരികയാണ് വെച്ചെങ്കിൽ മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മള് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. അപ്പൊ 0 - 1 എത്രയാണ്? -1 ആണ്. പക്ഷെ മോഡുലസ് വാല്യൂ വരുമ്പോ അവിടെ എന്ത് വരും? 1 എന്ന് വരും. ഇനി ഇവിടെ എന്താണ്? 0 - 3 ആണ്. അപ്പൊ അത് രണ്ടും സെയിം ആവുമോ? ഇല്ല. 1 = 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ രണ്ടാമത്തേത് നോക്കാം. മോഡ് 1 - 1 0 ആയി. അപ്പൊ 0 = 1 - 3, അതായത് -2. മോഡ് -2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. 0 = 2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തത് നോക്കുക. 2 2 - 1 എത്രയാണ്? 1 അല്ലെ? 2 - 1 എന്ന് പറയുമ്പോൾ 1. അതിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുമ്പോൾ 1 തന്നെ. ഈക്വൽ ടു 2 +1 ആണ്. അപ്പൊ 1 = 1 എന്ന് വന്നില്ലേ? അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 3 5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തതാണ്. പക്ഷെ ഞാൻ രണ്ട് വഴി പറഞ്ഞു തരാം. 2 3 5 എന്നുള്ളത് എന്താണ്? അഭാജ്യ സംഖ്യയാണ്. അപ്പൊ അടുത്ത അഭാജ്യ സംഖ്യ ഏത് വരും? 7 എന്ന് വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 2 + 1 ആണ് 3, 3 + 2 ആണ് 5, 5 + 3 ഏത് വരും? 8 വരും. അപ്പൊ അങ്ങനെ 2 ആൻസർ വരും. അപ്പൊ അത് കാരണം അവര് അത് ക്യാൻസൽ ചെയ്തതാണ്. പക്ഷെ 2 തരത്തിൽ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 80 സെന്റിമീറ്ററും പരപ്പളവ് 384 ചതുരശ്ര സെന്റിമീറ്ററുമായാൽ വശങ്ങളുടെ തുക എന്ത്? ചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെയാണ്? 2 × L + B, അതായത് 2 × നീളം + വീതി അല്ലെ? 2 × നീളം + വീതിയാണ് ചുറ്റളവ്. അതെന്ന് പറയുന്നത് 80 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നീളം + വീതി എത്രയാവും? L + B എന്ന് പറയുന്നത് 80/2 ആവില്ലേ? 80/2 എത്രയാണ്? 40. നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? വശങ്ങളുടെ തുക. വശങ്ങളുടെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാണേണ്ടത്? L + B ആണ് കാണേണ്ടത് അല്ലെ? L + B എന്ന് പറയുന്നത് വശങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നീളം + വീതി. നീളം + വീതി എന്താണ്? 40. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. പരപ്പളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L × B ആണ് കേട്ടോ. നീളം × വീതി. അത് ഇവിടെ നോക്കേണ്ട കാര്യമില്ല, പക്ഷെ അത് പറഞ്ഞു തന്നു എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചതുർഭുജം 1 ആണ് വെച്ചെങ്കിൽ ഷഡ്ഭുജം എന്താവുന്ന്? ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ള
ഒരു എന്താണ് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ ചതുർഭുജം എന്ന് പറയുന്നത്. അപ്പൊ നാല് 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 വശമാണ് ഉള്ളത്. അതിന് 1 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 വശങ്ങളാണ്. അപ്പൊ അതിനെ എന്ത് എഴുതണം? 4ന്ന് 3 മൈനസ് ചെയ്യുമ്പോഴാണ് 1 വരുന്നത്. അപ്പൊ 6ന്ന് 3 മൈനസ് ചെയ്താൽ എന്ത് വരും? 3 എന്ന് വരും. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/8 പ്ലസ് 1/16ന്റെ ദശാംശ രൂപം എത്ര? നോക്കൂ, 1/8 പ്ലസ് 1/16 ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്യണം വെച്ചെങ്കിൽ നമുക്ക് എന്ത് വേണം? രണ്ടും ഒരേ ഛേദം വരണം, എങ്കിലേ നമുക്ക് അംശങ്ങൾ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ ഒരേ ഛേദാക്കാൻ ഇതിനെ 16 ഇതിനെ 16 ആക്കാൻ പറ്റും അല്ലെ? ഇൻറ്റു 2. അപ്പൊ ഇവിടെയും ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ എന്താണ്? 2 പ്ലസ് 1/2 രണ്ടിനും 16 ആക്കിയില്ലേ? അപ്പൊ 2 പ്ലസ് 1 കൂട്ടാൻ പറ്റും. അപ്പൊ എന്താണ്? 3/16. 3/16ന്റെ 3 ഡിവൈഡഡ് ബൈ 16 എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ 3ല് പോവോ? ഇല്ല. അപ്പൊ പോയിന്റ് ഇടണ്ടേ? പിന്നെ 30 ആവും. 30 ആവുമ്പോ 16ല് എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം. അപ്പൊ 0.1 എന്ന് തുടങ്ങണ ഒരു നമ്പർ ഉണ്ട് വെച്ചെങ്കിൽ അതാണ് ആൻസർ. അപ്പൊ സി എന്നുള്ളത് ആൻസർ കിട്ടി. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. കാരണം ഇതെല്ലാം ചെയ്തുണ്ടാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് സമയം കഴിയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഒരു ഓപ്ഷനെ പോയിന്റ് കഴിഞ്ഞു ഒന്നുള്ളൂ എങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ അതാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x-2 ഒരു ബഹുപദത്തിന്റെ ഘടകമാണ് എങ്കിൽ p(2) എത്ര? അതായത് നമുക്ക് ഒരു എന്താണ് ശിഷ്ട സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് ഒരു സിദ്ധാന്തം ഉണ്ട്. ഒരു പോളിനോമിയലിന്റെ x-2 ഒരു ഘടകമാണെങ്കിൽ p(2) എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അതിന്റെ ഒരു ഘടകമാണ് x-2 എങ്കിൽ അപ്പൊ ആ p(2) എന്ന് പറയുന്നത് ഇത് ഇപ്പോ x-4 ഒരു ബഹുപദത്തിന്റെ ഘടകമാണ് എങ്കിൽ p(4) അപ്പൊ എത്രയായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. ഇപ്പോ x-6 ഒരു ബഹുപദത്തിന്റെ ഘടകമാണ് എങ്കിൽ p(6) എന്തായിരിക്കും? 0 ആയിരിക്കും. ഏതായാലും അതിന്റെ ഘടകമാണ് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അതിന്റെ p എന്ന് പറയുന്നത് പോളിനോമിയലില് ആ വാല്യൂ കൊടുത്താലുള്ള വാല്യൂ എന്ത് വരും? 0 എന്നുള്ളതാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 പദങ്ങളുടെ തുക 145 ആയാൽ മൂന്നാം പദം എത്ര? ഞാൻ 5 എണ്ണം AP-യിലായിട്ടാണ് എടുക്കുന്നത്. 5 പദങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല വെച്ചെങ്കിൽ നമ്മൾ അത് AP-യിലായിട്ടാണ് എടുക്കുക. അപ്പൊ ഞാൻ എടുക്കണത് a-d, a-2d, a+d, a+2d ഇങ്ങനെയാണ് ഞാൻ 5 പദങ്ങൾ എടുക്കണം. ഇനി ഇതിന്റെ തുക തന്നുണ്ട് അല്ലെ? ഇതെല്ലാം കൂടി കൂട്ടിയ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏത് ചെയ്തത്? a-2dയും a+2dയും ഇവിടെ എടുത്താ നമുക്ക് എന്ത് വരും? ഇത് ആഡ് ചെയ്യുമ്പോൾ -2dയും +2dയും ക്യാൻസൽ ചെയ്ത് പോവില്ലേ? ഇവിടെ a-dയും a+dയും ആവുമ്പോൾ -dയും +dയും ക്യാൻസൽ ചെയ്ത് പോവില്ലേ? അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയ എന്ത് വരും? 5a എന്ന് മാത്രം വരും. 5a ഈക്വൽ ടു 145 ആണ്. അപ്പൊ a എന്ത് വരും? 145/5. അത് എത്രയാണ്? 2 10 45ല് 9 5 45. അപ്പൊ എന്താണ് ആൻസർ വരിക? 29 എന്നുള്ളതാണ് ആൻസർ വരിക. 29 എന്നുള്ളതാണ് ആൻസർ വരിക. കാരണം എന്താണ്? a എന്നുള്ളത് ഞാൻ എത്രാമത്തെ സംഖ്യയായിട്ട് എടുത്തത്? മൂന്നാമത്തെ സംഖ്യ തന്നെയായിട്ടാണ് എടുത്തത്. അപ്പൊ മൂന്നാം പദമാണ് 29. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? പൂർണ്ണവർഗമാകണമെങ്കിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടോ? ഇപ്പൊ 5/5 എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ എന്താണ്? 5 × 5 × 5 × 5 × 5 ആണ്. ഇതിന്ന് രണ്ടെണ്ണത്തിന്ന് ഒരെണ്ണം അങ്ങനെ എടുക്കാൻ സാധിക്കുകയാണ് വെച്ചെങ്കിൽ, അതായത് ഇതിന്ന് രണ്ടെണ്ണത്തിന്ന് ഒരു 5 എടുത്തു, ഈ രണ്ടെണ്ണത്തിന്ന് ഒരു 5 എടുത്തു, പക്ഷെ ഇവിടെ ഒരെണ്ണം ബാക്കിയായി.
അപ്പൊ അത് പൂർണ്ണവർഗം അല്ല. പൂർണ്ണവർഗമാണ് വെച്ചെങ്കിൽ നമുക്ക് എന്താണ് രണ്ടെണ്ണം വീതം ഏതാണ് ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഘടകങ്ങളാക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ അഭാജ്യ ഘടകങ്ങളാക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ അവരിൽ നിന്ന് രണ്ടെണ്ണത്തിൽ ഒരെണ്ണം എടുക്കാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെയുള്ളതാണ് പൂർണ്ണവർഗമാവുള്ളൂ. അപ്പൊ ഇവിടെ നോക്കൂ 5⁻7 ആവുമ്പോഴും നമുക്ക് എന്താണ് 5 × 5 എന്ന് പറയുമ്പോൾ 7 പ്രാവശ്യമാണ് വരിക. അപ്പോഴും നമുക്ക് പൂർണ്ണവർഗാവില്ല. 5⁻6 എന്ന് പറഞ്ഞാലോ അത് പൂർണ്ണവർഗാവും. കാരണം എന്താണ് 5 × 5 × 5 × 5 × 5 × 5 അല്ലെ. ഇതിന്ന് രണ്ടെണ്ണത്തിന്ന് ഒരു 5 എടുക്കും, ഇവിടുന്ന് ഒരു 5 എടുക്കും, ഇവിടുന്നും ഒരു 5 എടുക്കും. അപ്പൊ ഇതാണ് നമുക്ക് ഏതെന്ന് പറയുന്നത് പൂർണ്ണവർഗമായിട്ടുള്ളത്. പൂർണ്ണവർഗം ആവണമെച്ചെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്കുക. അതായത് ഘാതം എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആയി വരണം. ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യയായിട്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണവർഗം ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൃത്തത്തിന്റെ ഉള്ളില് ട്രയാങ്കിള്, പിന്നെ വൃത്തത്തിന്റെ ഉള്ളിൽ എന്ത് വന്നു? ചതുരം വന്നു അല്ലെ. ചതുരം വന്നു. ഇനി ട്രയാങ്കിളിന്റെ ഉള്ളില് വൃത്തം അല്ലെ. അപ്പൊ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വശമാണ്. അപ്പൊ അടുത്തത് വരുന്നത് 4 വശമുള്ളതാണ്. 4 വശത്തിന്റെ ഉള്ളില് എന്തെന്ന് വരും? ഒരു വൃത്തം വരും. 4 വശത്തിന്റെ ഉള്ളില് വൃത്തമുള്ളത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ. ഒരു മട്ടത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ എത്ര? ഒരു മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കുക? നിങ്ങൾക്ക് അറിയാം, ഒരു മട്ടത്രികോണാണ് വെച്ചെങ്കിൽ അതിന്റെ ഒരു കോണം എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ മട്ടത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമാണെന്ന് പറഞ്ഞാൽ ഈ കോണും ഈ കോണും തുല്യമാണെന്നാണ് പറഞ്ഞത്. മറ്റേത് ഏതാവും? 90 ആവും. അപ്പൊ എല്ലാം കൂടി എത്രയുണ്ടാവും? ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ അളവുകളുടെ തുക എത്രയാവും? 180 ഡിഗ്രി ആവും അല്ലെ. 180 ഡിഗ്രിന്ന് 90 പോയാ പിന്നെ എത്രയുണ്ട്? 90 ഉണ്ട്. ആ 90 ആണ് ഈ രണ്ടും കൂടിയുള്ളത് അല്ലെ. രണ്ടും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 90യുടെ പകുതിയല്ലേ വരിക. അപ്പൊ ഏതാണ് വരിക? 45 ഡിഗ്രി എന്നുള്ളതാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3/8 ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? നമുക്ക് നോക്കാം. 3/8 എന്നുള്ളതിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു, എക്സ് കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 8/3 കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഹരിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റുമ്പോ എന്താവും? ഗുണിക്കണം എന്നാവും അല്ലെ. അപ്പൊ 3/8 ഈക്വൽ ടു 8/3 എക്സ് എന്ന് കിട്ടിയോ? അപ്പൊ എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതായത് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകണം, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെ. അപ്പൊ എത്ര വരും? 3 × 3/8 × 8 അത് എത്രയാണ്? 9/64. ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3/3, 5/5, 7/7 ഇവയെ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? നമുക്കറിയാം, ശിഷ്ട സിദ്ധാന്തം അനുസരിച്ച് എന്താണ്? ഒരു സംഖ്യയെ 2 കൊണ്ട്, ഏതു സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് അത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എപ്പോഴും ആ സംഖ്യയിൽ കുറവായിരിക്കും. ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് അതിനെക്കാട്ടും കുറവേ നമുക്ക് ശിഷ്ടം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേക്കണേ? 2 കൊണ്ടാണ് ഹരിക്കാന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ശിഷ്ടം എന്തായിരിക്കും? ശിഷ്ടം 1 ആവാം, അല്ലെങ്കിൽ പിന്നെ 0 ആവുള്ളൂ അല്ലെ. അപ്പൊ 1 അല്ലെങ്കിൽ 0 ആവുള്ളൂ. ഇവിടെ 0 ഇല്ല, 1 മാത്രമേ ഉള്ളൂ. അപ്പൊ 1 എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 × 3 ആണ്. 3 9, 9 3 27. 27നെ 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 13 2 26. പിന്നെ 1 ശിഷ്ടമായിട്ട് വരും അല്ലെ. അപ്പൊ 1 ശിഷ്ടം വരിക. ഒരെണ്ണം നോക്കിയാൽ മതി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിങ്സിലായി ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്. അടുത്ത 2 ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി 40 ആകും? അതായത് ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുക? 9 ഇന്നിങ്സിലാണ്. അപ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുന്നത് 36 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ശരാശരി 36 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ എക്സ് എന്താണ്? 36 ഇൻറ്റു 9 ആണ്. 9 6 54, 5 9 27, 5 32, 324 ആണ് ആകെ അയാൾ എടുത്തിരിക്കണേ അല്ലെ? 9 ഇന്നിങ്സിൽ എടുത്തിരിക്കണേ. ഇനി 2 ഇന്നിങ്സ് കൂടി കൂട്ടിയാൽ എത്രയാവും? 11 ഇന്നിങ്സ് ആവും അല്ലെ? 11-ല് എത്ര റൺസ് എടുത്താലാണ് ശരാശരി 40 ആകുക എന്നാണ് ചോദിച്ചിരിക്കണേ. അപ്പൊ 40 വേണം അല്ലെ? അപ്പൊ പുതിയ എക്സ് എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത് എന്താണ്? 40 ഇൻറ്റു 11 ആണ്. അപ്പൊ 440 ആണ്. ഈ 440 ആയാൽ മാത്രമാണ് അതിന്റെ ശരാശരി 40 ആവണത്. പക്ഷെ ഈ 9 ഇന്നിങ്സിൽ എത്ര കിട്ടിയിട്ടുണ്ട്? 324 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കി 2 ഇന്നിങ്സിൽ എത്ര വേണം? 440 മൈനസ് 324. അത് എത്രയാണ്? 6 4 10 അല്ലെ? അതായത് ഇവിടെ എന്ത് വരും? 1 1 116 അല്ലേ? നിങ്ങൾക്ക് ഈ മൈനസ് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കണു. ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. 0 - 4 നമുക്ക് പറ്റില്ല. അപ്പൊ ഇവിടുന്ന് എടുക്കണം. അപ്പൊ ഇവിടെ 3 ആവും, ഇവിടെ 10 ആവും. 10 - 4 എത്രയാണ്? 6 ആണ്. 3 - 2 എത്രയാണ്? 1 ആണ്. 4 - 3 എത്രയാണ്? 1. അങ്ങനെയാണ് 116 വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4x ഈക്വൽ ടു 1024 ആയാൽ 4x - 1 എത്ര? ഞാൻ പറയാം a⁻m - n ഈക്വൽ ടു a⁻m/a⁻n ആണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. a⁻m - n എന്ന് പറയുന്നത് a⁻m/a⁻n ഉം a⁻m+n എന്ന് പറയുന്നത് a⁻m × a⁻n ആണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? 4x - 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4x/4(1) അല്ലെ? 4 എന്ന് എഴുതാം. 4x എന്തെന്ന് തന്നിട്ടുണ്ട്? 1024 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4x - 1 എങ്ങനെ കിട്ടും? 1024 ഡിവൈഡഡ് ബൈ 4. 24 8, 22 14 20, പിന്നെ 24 6 4 24. അപ്പൊ ഏതാണ് ആൻസർ? നോക്കൂ, 256 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചഭുജം 108 ഡിഗ്രി ആണെച്ചെങ്കിൽ നവഭുജം എത്രയാണെന്ന്. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഭുജങ്ങള്. പഞ്ചം എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 വശങ്ങൾ ഉള്ളതിനാണ് പഞ്ചഭുജം എന്ന് പറയുക അല്ലെ? അങ്ങനെ 5 വശങ്ങൾ ഉള്ളതിന്റെ 5 വശങ്ങള് അതില് 108 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5 വശങ്ങൾ ഉള്ളതിന്റെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും ഏതാണ്? ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്ക് 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി ആവും? 360 ഡിവൈഡഡ് ബൈ 5 അല്ലെ? അപ്പൊ 7 5 35, 2 5 10, 72 ഡിഗ്രി ആവും നമുക്ക് ബാഹ്യകോണിന്റെ അളവ്. അപ്പൊ ആന്തരകോണം ഇവിടെ എത്രയാവും? ഇതെല്ലാം കൂടിയ 180 ആണ്. അപ്പൊ 72 ബാഹ്യകോണം ഉണ്ട് വെച്ചെങ്കിൽ ആന്തരകോണം എന്താവും? 180 - 72 ആവില്ലേ? അതെത്രയാണ്? 108 ആണ്. അപ്പൊ ആ 108 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആന്തരകോണിന്റെ അളവാണ് അവര് നോക്കണത്. അപ്പൊ നവഭുജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവം എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 വശങ്ങൾ ഉള്ളതിനെയാണ് നവഭുജം എന്ന് പറയുന്നത്.
അപ്പൊ അതിന്റെ ബാഹ്യകോണം എത്രയാവും? ഏതൊരു ഏതൊരു പഞ്ചഭുജ ആയാലും നവഭുജ ആയാലും ക്വാഡ്രിലാറ്ററൽ ആയാലും ഏതായാലും ആന്തരകോണുകളുടെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 360 ആയിരിക്കും. അതെപ്പോഴും എത്ര വശങ്ങൾ ഉണ്ട് വെച്ചെങ്കിലും നമുക്ക് എപ്പോഴും ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക 360 ആണ്. അപ്പൊ നമുക്കറിയാം 360/9 ഉണ്ടാവും അല്ലെ? അപ്പൊ 40 ആണ് എന്തെന്ന് പറയാ? ബാഹ്യകോണിന്റെ അളവ് വരിക. അപ്പൊ ആന്തരകോണം എന്ത് വരും? 180 - 40 അല്ലേ വരിക? അത് എത്രയാണ്? 140 എന്നുള്ളതാണ്. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2, 8, 32 ഡാഷ്. ഇത് എങ്ങനെയാണ് നോക്കൂ. 4, 8, 4, 32. 32 × 4 എത്ര വരും? 128. അപ്പൊ ഏതാണ്? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 1/3.2 = 0.3125 ആണ്. 1/032 ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. കാരണം ഇത് എങ്ങനെയാണ് 3.2 ആക്കുക? അതായത് ഇതിനെ 0.032 എന്നുള്ളത് 3.2 ആക്കണ വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത അതായത് 3.2നെ 0.032 ആക്കണ വെച്ചെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി അല്ലെ? ഡിവൈഡഡ് ബൈ 100 ചെയ്താലല്ലേ ഇതിനെ 0.032 എന്ന് പറയാ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തിരിക്കണേ? ഇതിനെ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതിയാൽ മതി. അപ്പൊ 1/3.2 തന്നെ ആവില്ലേ? 1/3.2 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വരും? ഇത് മുകളിലേക്ക് പോവും അല്ലെ? അപ്പൊ ഇൻറ്റു 100 എന്നാവില്ലേ? അപ്പൊ എന്ത് ചെയ്താ മതി? ഈ ഒരു ആൻസറിനെ ഇൻറ്റു 100 എന്ന് ചെയ്താ പോരെ? അപ്പൊ എന്താണ്? 31.25 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇനി ഇത് നിങ്ങൾക്ക് അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എങ്ങനെയാണ്? 1/3.2 എന്നുള്ളത് എങ്ങനെയാണ്? 32/10 ആണ് അല്ലെ? അപ്പൊ 10/32 എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 0.3125 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? 100/32 100/32 അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇങ്ങനെ പിന്നെ ഹൊറിസോണ്ടൽ കഴിഞ്ഞ് വെർട്ടിക്കലായി, പിന്നെ ഹൊറിസോണ്ടലായി, പിന്നെ വെർട്ടിക്കൽ ആവണം അല്ലെ? ഇവിടെ 1 ആയി, ഇവിടെ 2, ഇവിടെ 3. അപ്പൊ ഇവിടെ എന്ത് വരും? 4 എണ്ണം വരും അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ വരിക? ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25 and 1/2 ഹോൾ സ്ക്വയർ എന്താണ്? പലരും തെറ്റിച്ചുണ്ടാവും. കാരണം എന്താണ്? 25 സ്ക്വയർ ആദ്യം കാണും, പിന്നെ 1/2 സ്ക്വയർ കാണും. അങ്ങനെയാണ് ആൻസർ എഴുതി വെക്കുക. പക്ഷെ അത് തെറ്റാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടേ. 25 and 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പറയേണ്ടത്? അതിന് വിഷമഭിന്നാക്കാൻ വേണ്ടി 25 × 2 50, 50 + 1 51, 51/2 ആണ് ഈ 25 and 1/2 എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? 50 + 1 അല്ലേ 51. 50 + 1 ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? 50 സ്ക്വയർ എന്ന് പറയുന്നത് 2500 പ്ലസ് a + b ഹോൾ സ്ക്വയർ വെച്ചിട്ട് ചെയ്യാ. 2 × 50 × 1 അതായത് 100 പ്ലസ് 1. അപ്പൊ എന്താണ്? 2601/4 അല്ലെ? 2601/4. 6 4 24, 20 5 20, പിന്നെ 1 പോവില്ല, അപ്പൊ 0 വന്നു. പിന്നെ 1 ആണ് ശിഷ്ടം, അപ്പൊ 1/4. 650 and 1/4 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അതായത് ഇവിടെ നമ്മൾ ചെയ്യണത് എന്താണ്? ഇവിടെ ഇതിനെ വിഷമഭിന്നമാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 2018 2009 ഒക്കെ മുതൽ നമ്മളെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഒരു
ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെച്ചെങ്കിൽ അത് നിങ്ങൾ പറയുകയാണ് വെച്ചെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.